സീറോ മലബാർ കുർബാനയിൽ 9 ഭാഗങ്ങളുണ്ട്. 9 ഭാഗങ്ങളായിട്ടാണ് സീറോ മലബാർ കുർബാന ക്രമീകരിച്ചിരിക്കുന്നത്. ആമുഖ ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഒരുക്ക ശുശ്രൂഷ, അനാഫറ, അനുരഞ്ജന ശുശ്രൂഷ 1-ാം ഭാഗം, വിഭജന ശുശ്രൂഷ, അനുരഞ്ജന ശുശ്രൂഷ 2-ാം ഭാഗം, ദൈവൈക്യ ശുശ്രൂഷ, സമാപന ശുശ്രൂഷ. ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുട്ടികളെ ഇവിടെ അത് ഓർമ്മപ്പെടുത്താൻ ആവശ്യപ്പെടുകയാണ്. ആമുഖ ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഒരുക്ക ശുശ്രൂഷ, അനാഫ്ര, അനുരഞ്ജന ശുശ്രൂഷ 1-ാം ഭാഗം, വിഭജന ശുശ്രൂഷ, അനുരഞ്ജന ശുശ്രൂഷ 2-ാം ഭാഗം, ദൈവൈക്യ ശുശ്രൂഷ, സമാപന ശുശ്രൂഷ. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. ആമുഖ ശുശ്രൂഷ, കൈപൊക്കി. ആമുഖ ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഒരുക്ക ശുശ്രൂഷ, അനാഫ്ര, അനുരഞ്ജന ശുശ്രൂഷ 1-ാം ഭാഗം, വിഭജന ശുശ്രൂഷ, അനുരഞ്ജന ശുശ്രൂഷ 2-ാം ഭാഗം, ദൈവൈക്യ ശുശ്രൂഷ, സമാപന ശുശ്രൂഷ. അങ്ങനെ 9 ഭാഗങ്ങളായിട്ടാണ് സീറോ മലബാർ കുർബാന ക്രമീകരിച്ചിരിക്കുന്നത്. ഈ സീറോ മലബാർ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന തിരുവസ്ത്രങ്ങളെ കുറിച്ച് നമുക്ക് കാണാം. ഇത് കൊത്തീന. കൊത്തീന എന്നുള്ള ഈ തിരുവസ്ത്രം, ഇത് അച്ഛന്മാർ ആദ്യം ധരിക്കുന്ന തിരുവസ്ത്രമാണ്. ഇത് പുതിയ മനുഷ്യനെ സൂചിപ്പിക്കുന്നു. ബലി അർപ്പിക്കുന്ന വൈദികനോട് ചേർന്ന് ബലി അർപ്പിക്കുന്ന പൊതുപൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്ന അൽമായ സമൂഹവും പുതിയ മനുഷ്യരായിട്ട് വേണം ബലി അർപ്പിക്കാമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛന്മാര് ഈ കൊത്തീന എന്നുള്ള തിരുവസ്ത്രം ധരിക്കുന്നത്. അതിന് മുകളിൽ ധരിക്കുന്ന തിരുവസ്ത്രമാണ് നമുക്കറിയാവുന്ന പോലെ ഊറാറ എന്നുള്ള ഈ തിരുവസ്ത്രം പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. ഊറാറ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. വൈദികനും അതുപോലെ പൊതുപൗരോഹിത്യം സ്വീകരിച്ച എല്ലാവരും ബലിക്കണയുമ്പോൾ പരിശുദ്ധിയുള്ളവരായിരിക്കണം, ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും. അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വൈദികൻ ഈ തിരുവസ്ത്രം ധരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ധരിക്കുന്ന തിരുവസ്ത്രമാണ് സൂനാറ എന്നുള്ള ഈ തിരുവസ്ത്രം ശുദ്ധതയെ സൂചിപ്പിക്കുന്നു. വൈദികനും സമൂഹവും ബലിയർപ്പിക്കാൻ വരുമ്പോൾ ശുദ്ധത പാലിക്കുന്നവരാകണം എന്നുള്ള സൂചനയാണ് ഈ തിരുവസ്ത്രം നൽകുക. പിന്നെ ഈ കയ്യുറ, സന്ത എന്ന് പറയുന്ന ഇത് നമ്മുടെ വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. ബലി എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമാണ്. വലിയ ഭംഗിയായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കയ്യുറയാണ് സന്ത എന്നുള്ള പേരിൽ അറിയപ്പെടുക. പിന്നെ ഇതിനെല്ലാത്തിൻ്റെയും മുകളിലായിട്ട് ധരിക്കുന്ന വലിയ കുപ്പായമാണ് കാപ്പ. ഈ കാപ്പ എന്നുള്ള തിരുവസ്ത്രം, ഇത് വൈദികൻ ധരിക്കുമ്പോൾ നീതിയെ സൂചിപ്പിക്കുന്ന തിരുവസ്ത്രമാണ്. ബലി അർപ്പിക്കുന്ന എല്ലാവരും, അച്ഛനും ആളുകളെല്ലാവരും നീതി പാലിക്കുന്നവരാകണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വലിയ കുപ്പായം ധരിക്കുന്നത്. പിന്നെ ദിവ്യബലിക്ക് നമ്മൾ അണയുന്ന ഈ ദേവാലയത്തിനും ഓരോ ഭാഗങ്ങൾക്ക് പ്രത്യേക അർത്ഥമുണ്ട്. ഈ ഉയർന്ന ബലിപീഠം കിടക്കുന്ന ആ സ്ഥലത്ത് പറയുന്ന പേരാണ് മദ്ബഹ. ഇത് ഹൈക്കല ഭൂമിയെ സൂചിപ്പിക്കുന്നു, മദ്ബഹ സ്വർഗത്തെ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വേറെ സമയത്ത് കർത്താവിൻ്റെ കല്ലറ സ്ഥിതി ചെയ്യുന്ന തോട്ടത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ മദ്ബഹ സ്വർഗത്തെയും കർത്താവിൻ്റെ കല്ലറ സ്ഥിതി ചെയ്യുന്ന തോട്ടത്തെയും സൂചിപ്പിക്കുന്നു. ഹൈക്കല ഭൂമിയെ സൂചിപ്പിക്കുന്നു, ജനങ്ങൾ നിൽക്കുന്ന ഹൈക്കല. ഇനി കുർബാനയിൽ പങ്കുചേരുന്ന ആളുകൾക്കും പ്രത്യേക അർത്ഥമുണ്ട്. വൈദികൻ ഈശോയെ സൂചിപ്പിക്കുന്നു. സമൂഹം സ്വർഗീയ ആരാധന സമൂഹത്തെ സൂചിപ്പിക്കുന്നു. നമ്മളൊക്കെ മരിച്ചു നൽകിയ നാളെ ഇവിടുന്ന് പോകണല്ലോ, അവിടെ ചെല്ലുമ്പോൾ എന്താ നമുക്ക് ജോലി? ദൈവത്തെ പാടി പുകഴ്ത്തുക. ആ വരാനിരിക്കുന്ന സ്വർഗീയ ആരാധന സമൂഹത്തെയാണ് കുർബാനയുടെ സമയത്ത് സമൂഹം സൂചിപ്പിക്കുക. വൈദികനാണെങ്കിൽ ഈശോയെ സൂചിപ്പിക്കുന്നു. ശുശ്രൂഷികളാണെങ്കിൽ മാലാഖമാരെയാണ് സൂചിപ്പിക്കുക.
അപ്പോൾ വൈദികൻ ഈശോയെ സൂചിപ്പിക്കുന്നു, ശുശ്രൂഷികള് മാലാഖമാരെ സൂചിപ്പിക്കുന്നു, സമൂഹം സ്വർഗീയ ആരാധന സമൂഹത്തെ സൂചിപ്പിക്കുന്നു. മദ്ബഹ സ്വർഗത്തെ സൂചിപ്പിക്കുന്നു, കർത്താവിന്റെ കല്ലറസ്ഥി തോട്ടത്തെ സൂചിപ്പിക്കുന്നു, ഹൈക്കല ഭൂമിയെ സൂചിപ്പിക്കുന്നു. അനുഷ്ഠാനങ്ങൾക്ക് അർത്ഥമുണ്ട്. മുട്ടുകുത്തുന്നത് സഹായാഭ്യർത്ഥന, പശ്ചാത്താപം, ഈ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനാ. നിൽപ്പ് ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഓരോ അടയാളങ്ങൾക്കും അർത്ഥമുണ്ട്. അടയാളങ്ങൾ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ബലി അർപ്പിക്കുമ്പോഴാണ് ബലിയർപ്പണം കൂടുതൽ സജീവമായിട്ട് നിർവഹിക്കാൻ സാധിക്കുക. ഈ കുർബാനയ്ക്ക് 9 ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ആമുഖ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അതൊരു പാക്കേജാണ്. കർത്താവിൻ്റെ ജനനം മുതൽ ഉത്ഥാനം വരെയുള്ള ഒരു പാക്കേജാണ്. ഞാനത് യേശുവിൻ്റെ ജനനം ഓർത്തുകൊണ്ടാണ് കുർബാന ആരംഭിക്കുന്നത്. നിങ്ങളെല്ലാം എഴുന്നേറ്റുന്നേ, എൻ്റെ മാലാഖമാരുടെ മരിച്ചേറുക വീശി നമ്മൾ അത്യുന്നതമാം സ്വർലോകത്തിൽ അപ്പോൾ ഈശോയുടെ ജനനമാണ് ഓർക്കുക. മാലാഖമാരോട് ചേർന്ന് ബേഥലേഹത്തെ കാലിത്തൊഴുത്തിൽ മാലാഖമാരോട് ചേർന്നുകൊണ്ട് നമ്മൾ യേശുവിൻ്റെ ജനനം ഓർക്കുകയാണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ സ്വർഗസ്ഥനായ പിതാവെന്ന പ്രാർത്ഥന, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ചെല്ലുന്നു. അപ്പോൾ നിങ്ങൾ 3 പേര് ഇങ്ങോട്ട് വന്നേ. 3 പേര്, അല്ലെങ്കിൽ നിങ്ങൾ 2 പേര് ഇങ്ങോട്ട് വന്നാൽ മതി. 2 പേരും കെട്ടിപ്പിടിച്ചെന്ന്, അങ്ങോട്ട് കെട്ടിപ്പിടിച്ചത്. അതായത് അപ്പ എന്ന് വിളിക്കുന്ന മക്കളൊക്കെ സഹോദരന്മാരാണ്. ഹൈന്ദവരും മുസ്ലിംസും ക്രിസ്ത്യൻസും നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ സഹോദരങ്ങളെന്നുള്ള ചിന്ത ഉൾക്കൊണ്ടിട്ടാണ് ഇവിടെ നമ്മൾ അപ്പ എന്ന് വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവരും. ഓക്കെ, അത് കഴിഞ്ഞ് സങ്കീർത്തനം ആലപിക്കുന്നു. നീ ഇങ്ങോട്ട് വന്നേ. ദാവീദ് ആടുകളെ പുൽത്തകടിയിൽ മേയിക്കാൻ വിട്ടിട്ട് വയലി മായ്ക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ ആലപിക്കുന്നു. അവർ ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിപാലനം ഓർക്കാണ്. ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള പരിപാലനം ഓർക്കുന്ന സമയമാണ്. ഈ സങ്കീർത്തനം ആലപിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള പരിപാലനം ഓർത്തുകൊണ്ട് വേണം ആ സമയത്ത് പള്ളിയിലായിരിക്കാനായിട്ട്. സങ്കീർത്തനം കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈ ആമുഖ ശുശ്രൂഷയിൽ വരുന്ന കാര്യമാണ് ഉത്ഥാനഗീതത്തിൽ നമ്മൾ യേശുവിൻ്റെ ഉയർപ്പാണ് നമ്മൾ ഓർക്കുക. യേശുവിൻ്റെ ഉയർപ്പും മരണശേഷമുള്ള നമ്മുടെ ഉത്ഥാനം ഓർക്കുന്ന സമയമാണ് ഉത്ഥാനഗീതം. സർവാധിപനാം കർത്താവേ, ആ പാട്ട് പാടി ഒരുമിച്ച്. സർവാധിപനാം കർത്താവേ നിന്നെ. അപ്പൊ ഈ പാട്ട് പാടുമ്പോൾ യേശുവിൻ്റെ ഉത്ഥാനവും മരണശേഷമുള്ള നമ്മുടെ ഉയർപ്പുമാണ് നമ്മൾ ഓർക്കുക. അപ്പൊ യേശുവിൻ്റെ ജനനം മുതൽ ഉത്ഥാനം വരെയുള്ള ഒരു പാക്കേജാണ് ആമുഖ ശുശ്രൂഷ. ശരി, അവിടെ ചെന്നിരുന്നേ. ആമുഖ ശുശ്രൂഷ കഴിയുമ്പോൾ നമ്മൾ വചന ശുശ്രൂഷ ആരംഭിക്കുന്നു. വചന ശുശ്രൂഷയുടെ തുടക്കത്തിൽ ത്രൈശുദ്ധ കീർത്തനം ആലപിക്കും. അതായത് ദൈവത്തിൻ്റെ 3 വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള മാലാഖമാരോട് ചേർന്ന് ഒരു പാട്ട് പാടുകയാണ്. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനെ. കണ്ടോ, സർവേശ, ബലവാനെ, അമർത്യനെ, ഈ 3 വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് മാലാഖമാരോട് ചേർന്ന് നമ്മൾ പാടുകയാണ്. ശബ്ദമുയർത്തി പാടിടുവിൻ. കണ്ടോ, അത് നമ്മുടെ അപ്പൻ്റെ ശബ്ദം കേൾക്കാൻ പോകുന്ന, വചനം കേൾക്കാൻ പോകുന്നതിനുള്ള ആനന്ദം പ്രകടിപ്പിച്ചുകൊണ്ട് മാലാഖമാരോട് ചേർന്ന് തുള്ളിച്ചാടി പാടുന്ന പാട്ടാണ് ത്രൈശുദ്ധ കീർത്തനം. ഏതൊക്കെയാ 3 വിശേഷണങ്ങൾ? സർവേശ, ബലവാനെ, അമർത്യനെ. അതിനുശേഷം വചനം വായിക്കുന്നു. വചനം വായിക്കുമ്പോൾ ഈശോ കുന്നിൻ ചെരുവുകളിലും കടൽ തീരത്തൊക്കെ പ്രസംഗിക്കുന്ന ആ രംഗമാണ് നമ്മൾ ഓർക്കുക. കർത്താവിൻ്റെ വചനം നമ്മൾ ശ്രവിക്കുകയാണ്. ഇവരുടെ വചനത്തോട് നമ്മൾ പ്രാർത്ഥനയിൽ പ്രതികരിക്കുന്നു. അപ്പോൾ വചന ശുശ്രൂഷ സമാപിച്ചു. 3-ാമത്തെ ഭാഗമാണ് ഒരുക്ക ശുശ്രൂഷ. ഒരുക്ക ശുശ്രൂഷയിൽ കാസയിൽ വീഞ്ഞൊഴിക്കുമ്പോൾ വീഞ്ഞ് ഈശോയെ സൂചിപ്പിക്കുന്നു, വെള്ളം നമ്മളെ സൂചിപ്പിക്കുന്നു. വീഞ്ഞും വെള്ളവും കൂട്ടിക്കലർത്തുമ്പോൾ യേശുവും ഞാൻ ഒന്നായി ചേർന്ന് ബലിയർപ്പിക്കുന്നതാണ് സൂചന. ഇനി പീലാസയിൽ ഓസ്തി വയ്ക്കുമ്പോൾ
യൂതന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ നിമിഷമാണ് ഓർക്കുക. കുരിശടയാളത്തിൽ ഹോസ്റ്റി വെക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ അത് കഴിഞ്ഞാൽ കാസയും പിലാസയും എടുത്തുകൊണ്ട് ബലിപീഠത്തിന് നടുവിലേക്ക് വരുമ്പോൾ കാൽവരിക്കുന്നിലേക്ക് കുരിശും ചുമന്നു പോകുന്ന യേശുവിൻ്റെ പീഡാനുഭവ രംഗമാണ് നമ്മൾ ഓർക്കുക. അത് കഴിഞ്ഞാൽ കാഴ്ചവെപ്പിന്റെ സമയത്ത് കാസയും പിലാസയും കുരിശാകത്തിൽ ഉയർത്തുമ്പോൾ കർത്താവിൻ്റെ കുരിശ് മരണം. ഇനി കാസയും പിലാസയും ബലിപീഠത്തിൽ വെക്കുമ്പോൾ കർത്താവിന്റെ മൃതശരീരം കല്ലറയിൽ സംസ്കരിക്കുന്നു. നിങ്ങൾക്കറിയാം, മദ്ബഹ കർത്താവിന്റെ കല്ലറ സ്ഥിതി ചെയ്യുന്ന തോട്ടത്തെയാണ് സൂചിപ്പിക്കുക. ബലിപീഠം കർത്താവിന്റെ കല്ലറയാണ് സൂചിപ്പിക്കുക. അപ്പൊ കർത്താവിന്റെ കല്ലറ സ്ഥിതി ചെയ്യുന്ന തോട്ടത്തില്, കർത്താവിന്റെ കല്ലറയില് ഇതാ യേശുവിന്റെ ശരീരം ഇറക്കി വെക്കുന്ന സൂചിപ്പിക്കുകയാണ് കാസയും പിലാസയും ആ ബലിപീഠത്തിൽ ഇറക്കി വെക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ശോശപ്പ കൊണ്ട് മൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം ശോശപ്പ എന്താണെന്നറിയോ? ഇതാണ് ശോശപ്പ എന്നുള്ള തിരുവസ്ത്രം. ഇതാണ് ശോശപ്പ എന്നുള്ള തിരുവസ്ത്രം. ഈ ശോശപ്പ കൊണ്ട് ബലിവസ്തുക്കള് മൂടുമ്പോൾ കർത്താവിന്റെ കല്ലറവാതിൽ കല്ലുരുട്ടി മൂടുന്നു. ഇനി കുർബാനയിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ ശോശപ്പ ഇങ്ങനെ ചുരുട്ടി വെക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇങ്ങനെ ചുരുട്ടി വെക്കുന്ന ഒരു ഭാഗമുണ്ട്. ഈ ഭാഗം സൂചിപ്പിക്കുക, ഈ അനുഷ്ഠാനം സൂചിപ്പിക്കുക, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയില്ലേ? അപ്പൊ കർത്താവിന്റെ കല്ലറ, ശൂന്യമായ കല്ലറയിൽ ചുരുണ്ട് കിടന്നിരുന്ന കച്ചയാണ് ഈ സമയത്ത് നമ്മൾ ഓർക്കുക. ഓക്കെ, ഇത് കഴിഞ്ഞാൽ ഒരുക്ക ശുശ്രൂഷ കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ നമുക്കറിയാം അനാഫ്ര ഭാഗമാണ് വരുന്നത്. ഒരുക്ക ശുശ്രൂഷ കഴിയുമ്പോൾ അതിനു മുമ്പായിട്ട് വിശ്വാസ പ്രമാണം ചെല്ലുന്നുണ്ട്. AD 325 നിക്കിയ സുനാദോസിലും AD 381 കോൺസ്റ്റാന്റിനോപ്പിൾ സുനാദോസിലും രൂപം കൊണ്ട വിശ്വാസ പ്രമാണ പ്രാർത്ഥന നമ്മൾ ചെല്ലുക. കർത്താവിന്റെ കാലത്തൊരു അടുത്ത കാലമാണ് 325 എന്നൊക്കെ പറയുമ്പോൾ. അത്രയും കാലത്ത് അന്നത്തെ ആളുകളുടെ വിശ്വാസമാണ് ഈ വിശ്വാസ പ്രമാണത്തിലൂടെ തലമുറയായിട്ട് ദൈവിക പാരമ്പര്യത്തിലൂടെ കൈമാറി വന്നിരിക്കുന്നത്. അത് നമ്മൾ അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൈമാറി കൊടുക്കും. അതാണ് ദൈവിക പാരമ്പര്യത്തിൽ വരുന്ന ഈ ആരാധനാക്രമത്തിന്റെ ഒന്നും തോന്നിയ പോലെ മാറ്റാൻ പാടില്ല എന്നൊക്കെ പറയുന്ന മാർപ്പാപ്പ പറയുന്നത് അതുകൊണ്ടാണ്. അതിലൊക്കെ ബൈബിളിലൂടെ യേശുവിന്റെ പഠനങ്ങൾ കൈമാറി വരുന്ന പോലെ തന്നെ സഭയുടെ ദൈവിക പാരമ്പര്യത്തിലൂടെയും യേശുവിന്റെ പഠനങ്ങൾ കൈമാറി വരുന്നുണ്ട്. ലിറ്ററേച്ചർ അതിന്റെ ഭാഗമാണ്. അക്കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി അത് സൂചിപ്പിച്ചതാണ്. വിശ്വാസ പ്രമാണം കഴിഞ്ഞാൽ ഇനിയാണ് അനാഫ്ര വരുന്നത്. അനാഫ്രയില് 4 ഭാഗങ്ങളാണുള്ളത്. 4 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. നിങ്ങൾ 9 പേര് എഴുന്നേറ്റ് നിന്നേ. ഒന്നാമത്തെ ഭാഗമാണ് ഈ അനാഫ്രയുടെ ഒന്നാമത്തെ ഭാഗം. അതിലൊരു പ്രണാമ ജപം ഉണ്ട്, ഒരു നീണ്ട പ്രാർത്ഥനയുണ്ട്. അതിൻ്റെ കൂടെ ഒരു അപ്പൻഡിക്സും ഉണ്ടാവും, ഒരു ചെറിയ അപ്പൻഡിക്സ് പോലെ. അപ്പൻഡിക്സ് ഞാൻ സൂചിപ്പിച്ച മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിതാവായ ദൈവത്തെ സൂചിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് ആദ്യത്തെ ഒരു മെയിൻ പ്രാർത്ഥന. പ്രണാമജപം എന്ന് പറഞ്ഞാൽ പ്രണമിച്ചുകൊണ്ട് ചെല്ലുന്ന പ്രാർത്ഥന എന്നർത്ഥം. ആ നീണ്ട പ്രാർത്ഥനയിൽ പിതാവായ ദൈവത്തെയാണ് നമ്മൾ ഓർക്കുക. പിതാവായ ദൈവത്തെ പ്രതിപാദിക്കുന്ന പ്രാർത്ഥനയാണത്. അത് കഴിയുമ്പോഴാണ് അതിൻ്റെ അപ്പൻഡിക്സ് ഞാൻ സൂചിപ്പിക്കുന്നതാണ്. അത് തുറന്നു വരുന്നതാണ് സമാധാനാശംസ. സമാധാനാശംസയ്ക്ക് മുമ്പ് അച്ഛൻ അവിടെ ബലിപീഠത്തിൽ ഒരു പ്രാവശ്യം ചുംബിച്ചിട്ടാണ് സമാധാനം ആശംസിക്കുക. അപ്പോൾ കർത്താവിന്റെ ശൂന്യമായ കല്ലറയാണ് ബലിപീഠം സൂചിപ്പിക്കുക. ശൂന്യമായ കല്ലറ കർത്താവിന്റെ ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ അച്ഛനിങ്ങനെ ചുംബിച്ചിട്ട് സമാധാനം ആശംസിക്കുമ്പോൾ ഉത്തിതനായ യേശുവിന്റെ സമാധാനമാണ് കൈമാറുന്നതെന്നാണ് അതിന്റെ സൂചന. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനം കൊടുത്തേ. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഈശോയെ നീ പറഞ്ഞിട്ടില്ലേ മത്തായി 5:23-24 ബലിയർപ്പിക്കാൻ ബലിപീഠത്തിലേക്ക് അണയുന്നതിന് മുമ്പ് ആരോടെങ്കിലും വെറുപ്പ് വൈരാഗ്യം ഉണ്ടെങ്കിൽ ബലിപീഠത്തിൽ വസ്തുക്കളൊക്കെ വെച്ചിട്ട് ആദ്യമേ അവനുമായി രമ്യപ്പെട്ടു വന്ന് പറഞ്ഞിട്ടില്ലേ? എനിക്ക് ആരോടും വെറുപ്പും വൈരാഗ്യവും ഇല്ല. പരസ്യമായി പ്രഖ്യാപിക്കുന്ന അനുഷ്ഠാനം അത് കൃത്യമായിട്ട് ഓർത്തുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. മനസ്സിൽ ആരോടും വെറുപ്പും വൈരാഗ്യം ഇല്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന അനുഷ്ഠാനമാണ് സമാധാനാശംസ നമ്മൾ ചെയ്യുക, ഉത്തിതിന്റെ സമാധാനം സ്വീകരിച്ചുകൊണ്ട്. ഇത് കഴിഞ്ഞാൽ അനാഫ്രയില് രണ്ടാമത്തെ ഭാഗം അവിടെ വരുന്നത് ത്രിത്വൈക ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്.
അത് കഴിഞ്ഞിട്ട് വരുന്നത് ഭാഗമാണ് ഓശാന ഗീതം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ മാലാഖമാരുടെ ചേർന്ന് ആ ഓശാന ഗീതം ആലപിക്കുന്നു. അതുപോലെ ത്രിത്വൈക ദൈവത്തെ സ്മരിച്ചുകൊണ്ട് പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ പ്രാർത്ഥനയുണ്ടല്ലോ, അത് നീണ്ട പ്രാർത്ഥന. ഇത് കഴിഞ്ഞാൽ ഓക്കെ, മൂന്നാമത്തെ ഭാഗത്ത് ഇതാണ് ഓശാനഗീതം കഴിഞ്ഞാൽ ഈശോയെ പ്രതിപാദിക്കുന്ന ഭാഗമാണ് ഈ മൂന്നാമത്തെ പ്രണാമജപത്തിൽ വരുന്നത്. അതിൻ്റെ അവസാനമല്ല, ഈ ഫ്രണ്ടിലേക്ക് വന്ന് അതിൻ്റെ അവസാനമല്ല, അതിന് നടുവിലായിട്ടാണ് കുദാശവചന പ്രാർത്ഥന വരുന്നത്. നടുവിലായിട്ടാണ് കുദാശവചന പ്രാർത്ഥന വരുന്നത്. ഈശോയെ പ്രതിപാദിക്കുന്ന ഈ നീണ്ട പ്രണാമിക പ്രാർത്ഥനയുടെ മധ്യഭാഗത്തായിട്ട് വരുന്നു കുദാശവചന പ്രാർത്ഥന. ഈശോ കൽപ്പിച്ചില്ലേ, ഇതെൻ്റെ ശരീരം ഇത് രക്തമാകുന്നു എൻ്റെ ഓർമ്മയ്ക്ക് ജീവിതം കൽപ്പിച്ച ആ ഭാഗം ഓർക്കുന്ന സമയമാണ്. ആ കുദാശവചന പ്രാർത്ഥനയാണ്, യേശുവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയാണ് ഈ മൂന്നാമത്തെ ഭാഗത്ത് വരുന്നത്. നാലാമത്തെ ഭാഗത്ത് വരുന്നതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനയുടെ ഭാഗമാണ്. സഭയിലൂടെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കുറിച്ച് പറയുന്ന ഭാഗമാണ് നാലാമത്തെ ഭാഗം അനാഫ്രയിൽ പരിശുദ്ധാത്മാവായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒന്നിൽ ഓർപ്പിക്കുന്നു. ആദ്യം പിതാവായ ദൈവം, 2 ത്രിത്വൈക ദൈവം, 3 ഈശോ, 4 പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധപ്പെട്ട പ്രാർത്ഥന അവസാന ഭാഗത്താണ് വീണ്ടും ഈ റൂഹാക്ഷണ പ്രാർത്ഥന. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഗോതമ്പപ്പവും മുന്തിരിച്ചാറും കർത്താവിൻ്റെ ശരീരമായി മാറ്റുന്ന പ്രക്രിയ പൂർത്തിയാക്കുന്ന നിമിഷങ്ങൾ. ഞാൻ അവിടെ ചെന്നിരുന്നു. ഇപ്പോൾ അനാഫ്രയുടെ 4 ഭാഗങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഗോതമ്പപ്പവും മുന്തിരിച്ചാറും കർത്താവിന് ശരീരമായി മാറുന്ന പ്രക്രിയ പൂർത്തിയാക്കുന്ന ഈ അനാഫ്ര 4 ഭാഗമുണ്ടെങ്കിലും ഇതെല്ലാം കൂടി ഒരു യൂണിറ്റാണ്. ചിലർ ചോദിക്കും, എപ്പോഴാണ് ഗോതമ്പപ്പവും മുന്തിരിച്ചാറ് കർത്താവിന് ശരീരമായി മാറുക? ദ ഹോൾ അനാഫ്ര ഇസ് കോൺസെക്രേറ്ററി. എല്ലാം കൂടി 4 ഭാഗം ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഒന്നാണ്, ഒറ്റ യൂണിറ്റാണ്. അപ്പോൾ ഇതിന് ഈ സമയത്താണ് ആ സമയത്താണ് ഈശോയുടെ ശരീരത്വമായി മാറുമെന്ന് പറയാൻ പറ്റത്തില്ല. ദ ഹോൾ അനാഫ്ര ഇസ് കോൺസെക്രേറ്ററി. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന റൂഹാക്ഷണ പ്രാർത്ഥനയിൽ ഗോതമ്പപ്പവും മുന്തിരിച്ചാറും കർത്താവിന് ശരീരമായി മാറുന്ന പ്രക്രിയ പൂർത്തിയാക്കുന്ന ആ നിമിഷം വരെ ഉള്ള അനാഫ്ര മുഴുവനും ഒരുപോലെ പ്രാധാന്യമുള്ളതാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഓക്കെ, അതൊരു ഒറ്റ യൂണിറ്റാണ്. നിങ്ങൾ ഇനി അനുരഞ്ജന ശുശ്രൂഷ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ: ആമുഖ ശുശ്രൂഷ പറഞ്ഞ്, വചന ശുശ്രൂഷ ഉറക്കെ പറയും, ആമുഖ ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഒരുക്ക ശുശ്രൂഷ, അനാഫ്ര. ഇത്രയും കഴിഞ്ഞു. ഇനി അനുരഞ്ജന ശുശ്രൂഷ 1-ാം ഭാഗം. അനുരഞ്ജന ശുശ്രൂഷ 1-ാം ഭാഗം ഇത് ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിൽ വന്ന് മുറിവുണക്കുന്ന ഭാഗം. ഏതൊരു പാപം ചെയ്യുമ്പോഴും ദൈവവും മനുഷ്യനായിട്ടുള്ള ബന്ധം മുറിയും. ഞാൻ നിന്നെ അങ്ങനെ കയറി ഇടിച്ചു എന്ന് ഇരിക്കാം, നമ്മൾ തമ്മിലുള്ള ബന്ധം മുറിയില്ലേ? മുറിയും. ദൈവമായിട്ടുള്ള ബന്ധവും മുറിയും. അപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം മുറിയും, മനുഷ്യനായിട്ടുള്ള ബന്ധം മുറിയും. ഈ 2 ദിശയിലുള്ള മുറിവുണക്കലുണ്ട് കുർബാനയിൽ, അനുരഞ്ജന ശുശ്രൂഷയിൽ. അനുരഞ്ജന ശുശ്രൂഷ 1-ാം ഭാഗം എന്ന് പറയുമ്പോൾ ദൈവമായുള്ള ബന്ധത്തിൽ വന്ന് മുറിവുണക്കുന്ന ഭാഗമാണ്. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് കരുണ തോന്നണമേ. കണ്ടോ? അപ്പോൾ ആ ബന്ധത്തിൽ വന്ന മുറിവ് ഉണക്കുന്ന സമയമാണ് അനുരഞ്ജന ശുശ്രൂഷ 1-ാം ഭാഗം. ഇനി വിഭജന ശുശ്രൂഷ. ഈ വിഭജന ശുശ്രൂഷയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഓൾറെഡി ഗോതമ്പപ്പവും മുന്തിരിച്ചാറും കർത്താവിൻ്റെ ശരീരമായി മാറിക്കഴിഞ്ഞു. അനാഫ്ര കഴിഞ്ഞപ്പോൾ നമ്മുടെ കർത്താവിനെ, എന്നെ നിങ്ങൾക്ക് സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ശരീരവും രക്തവുമാണ് അവിടെ ഇരിക്കുന്നത്. ഇനി ഇവിടെ വിഭജന ശുശ്രൂഷയിൽ ഈശോയുടെ മരണ ഉത്ഥാനമൊക്കെ നമ്മൾ കൃത്യമായിട്ട് അനുഷ്ഠിക്കുകയാണ്, വെറുതെ ഓർക്കല്ല. പലർക്കും അറിയത്തില്ല അത്. അപ്പോൾ വിഭജന ശുശ്രൂഷയിൽ കർത്താവിൻ്റെ തിരുശരീരം
രണ്ടായിട്ട് മുറിക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശുമരണമാണ് നമ്മൾ ഓർക്കുക. തിരുശരീരം രണ്ടായിട്ട് മുറിക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശുമരണമാണ് നമ്മൾ ഓർക്കുക, മാത്രമല്ല അനുഷ്ഠിക്കുക. എന്ന് പറഞ്ഞാൽ ഈശോ ഇവിടെ മരിക്കുന്നു. ഈ സമയത്ത് തന്നെയാണ് ഈശോ മരിക്കുന്നത്. അപ്പൊ ചിലർ ചോദിക്കും, എന്താ പിതാവേ ഈശോ മരിച്ചിട്ട് 2000 കൊല്ലം കഴിഞ്ഞില്ലേ? അത് നമ്മുടെ ആംഗിളിൽ നോക്കുമ്പോഴാ. ഞാൻ മനുഷ്യനാക്കും, എനിക്ക് ടൈം സ്പേസ് ഒക്കെ എനിക്കേ ഉള്ളൂ, സമയവും കാലമൊക്കെ നമുക്കല്ലേ ഉള്ളൂ. ദൈവത്തിന് സമയം കാലവും ഇല്ല. സമയത്തിനും കാലത്തിനും അതീതനാണ് ദൈവം. ദൈവത്തിൻ്റെ ആംഗിളിൽ നോക്കുമ്പോൾ കർത്താവ് കുരിശിൽ മരിച്ച ദിവസവും സമയവും കുർബാന അർപ്പിക്കുന്ന സമയവും ഒക്കെ ഒരു നിമിഷം തന്നെയാണ്, ഒരു നിമിഷത്തിനുള്ളിലല്ല, ഒരേ നിമിഷമാണ്. അപ്പോൾ ഇപ്പോഴാണ് യേശുവിടെ മരണം നടക്കുന്നത്. കർത്താവിൻ്റെ മരണമാണ് ഇവിടെ നടക്കുക. ഈശോ ഇതാ മരിക്കുന്നു, തിരുവോസി രണ്ടായിട്ട് മുറിക്കുമ്പോൾ. ഇനി തിരുവോസി തിരുരക്തത്തിൽ മുക്കുമ്പോൾ ശരീരരക്തവുമായുള്ള സംയോജനം. ഇപ്പം നിങ്ങൾ ചെറിയ ചോദിക്കുക, എന്താ കുർബാനയ്ക്ക് കൊടുക്കുമ്പോൾ തിരുരക്തം കൊടുക്കാത്ത ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ സംയോജിപ്പിച്ച് കഴിഞ്ഞപ്പോൾ രണ്ടും ഒന്നാ. തിരുശരീരം കൊടുത്താലും തിരുശരീരം കൊടുക്കുന്ന പോലെ തന്നെയാണ്. ഇത് കഴിഞ്ഞാൽ വിഭജന ശുശ്രൂഷയിൽ വരുന്ന അടുത്ത ഭാഗമാണ് വിഭജിച്ച ഭാഗങ്ങൾ ചേർത്ത് പിടിക്കുന്നു. ഇങ്ങനെ കണ്ടിട്ടില്ലേ? അത് ഈശോയുടെ ഉത്ഥാനത്തെയാണ് സൂചിപ്പിക്കുക മാത്രമല്ല അനുഷ്ഠിക്കുക. യേശുവിൻ്റെ ഉത്ഥാനമാണ് അവിടെ നമ്മൾ അനുഷ്ഠിക്കുക. വാക്ക് ഓർക്കണം, അനുസ്മരിക്കുക മാത്രമല്ല അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ഈശോ ദൈവ ഉത്ഥാനം ചെയ്യുന്നു അപ്പത്തിൻ്റെ രൂപത്തിൽ. ഇത്രയും കഴിഞ്ഞാൽ വിഭജന ശുശ്രൂഷ കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്നതാണ് അനുരഞ്ജന ശുശ്രൂഷ രണ്ടാം ഭാഗം. കലഹം മാറ്റാം, ഭിന്നത നീക്കിടാം. കണ്ടോ? അനുരഞ്ജന ശുശ്രൂഷ ഒന്നാം ഭാഗത്തില് ദൈവമായുള്ള ബന്ധത്തിലൊന്ന് മുറിവുണക്കി. ഇനി മനുഷ്യരുടെ ബന്ധത്തിലൊന്ന് മുറിവുണക്കുന്ന ഭാഗമാണ് അനുരഞ്ജന ശുശ്രൂഷ രണ്ടാം ഭാഗം. മനസ്സിലായോ? അപ്പൊ നമ്മുടെ എല്ലാ മനസ്സിലും ഒരു, കാരണം ഈശോയെ സ്വീകരിക്കാൻ പോവാണ്. പൗലോസ്ലിയ പറഞ്ഞിട്ടുണ്ട്, അയോഗ്യതയോടെ അപ്പം ഭക്ഷിച്ചാൽ ശിക്ഷാവിധിയാണ് സ്വീകരിക്കാന്ന്. അപ്പൊ അതിനു മുമ്പ് കംപ്ലീറ്റ് നമ്മുടെ മനസ്സ് ക്ലിയർ ആക്കണം. കഴുകി വൃത്തിയാക്കിയില്ലെങ്കിൽ പണി കിട്ടും. അയോഗ്യതയോടെ അപ്പം ഭക്ഷിച്ചാൽ എന്താ സ്വീകരിക്കുക? ശിക്ഷാവിധിയാണ് സ്വീകരിക്കുക. അതുകൊണ്ട് ആരോടെങ്കിലും മനസ്സിൽ വെറുപ്പ് വൈരാഗ്യമാണെങ്കിൽ എല്ലാം കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ സമയത്ത് അനുരഞ്ജിതരാകാനായിട്ട്. അപ്പൊ അനുരഞ്ജന ശുശ്രൂഷ രണ്ടാം ഭാഗത്തിൽ ഞാൻ ആലോചിക്കണം. ഇതൊരു കുട്ടിക്കുംസാരം കൂടിയാണ്. ലഘുപാപങ്ങളുള്ളെങ്കിൽ ഈ സമയത്ത് ഈശോയോട് ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് പാപപൂർത്തി സ്വീകരിക്കാം, ഈശോ കുർബാന സ്വീകരിക്കാം. മാരക പാപങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം കുമ്പസാരത്തിന് ശേഷം കുർബാന സ്വീകരിക്കാവൂ, നമുക്കറിയാം. അപ്പോൾ അനുരഞ്ജന ശുശ്രൂഷ രണ്ടാം ഭാഗം കഴിഞ്ഞ് നമ്മൾ ഒരുങ്ങി കഴിഞ്ഞു, റെഡിയായി. ഈശോയെ സ്വീകരിക്കാൻ ഞാൻ നല്ല മനസ്സുള്ള വ്യക്തിയായി കഴിഞ്ഞു. ഇനിയാണ് ദൈവൈക്യ ശുശ്രൂഷ. ഈശോയെ സ്വീകരിച്ചുകൊണ്ട് ഞാനും യേശുവും ഒന്നായി ചേരുന്ന സമയമാണ്. ഇവിടെ ഈ ഭാഗത്താണ് നമ്മൾ സ്വർഗസ്വനായ പിതാവ് എന്നൊരു പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. ആദ്യം കുർബാന തുടങ്ങിയപ്പോൾ ഒരു പ്രാർത്ഥന ചൊല്ലിയത് അപ്പ എന്ന് വിളിക്കുന്ന മക്കൾ സഹോദരങ്ങളാണെന്ന് ഓർപ്പിക്കാനാണെങ്കിൽ, ഇവിടെ വേറെ മീനിങ്ങിൽ അവിടെ സ്വർഗസ്വനായ പിതാവ് എന്ന പ്രാർത്ഥന ചെല്ലുന്നത്. ഇവിടെ ഞാൻ പാപം മൂലം എൻ്റെ പുത്രസ്ഥാനം നഷ്ടപ്പെട്ടു, ഞാനിവിടെ അനുരഞ്ജന ശുശ്രൂഷയിലൂടെ അനുരഞ്ജിതനായി ഇതാ വീണ്ടും ആ പുത്രസ്ഥാനം വീണ്ടും എടുത്തുകൊണ്ട് യോഗ്യതയോടെ വിളിക്കുകയാണ് അപ്പ എന്ന്. ആ വിളിയോട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈശോയെ സ്വീകരിക്കുക. കുർബാന സ്വീകരിക്കാത്തൊരു കുർബാന ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈശോ ഇതെന്റെ ശരീരമാവും ഇതിന്റെ രക്തം നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക പാനം ചെയ്യാന്ന് പറഞ്ഞ് നോക്കി കണ്ടുപോകാന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ യോഗ്യത ഉണ്ടാക്കണം. അങ്ങനെ കുർബാന സ്വീകരിക്കണം, യേശുവുമായിട്ട് ഒന്നായി ചേരണം. അതിനാണ് ദൈവൈക്യ ശുശ്രൂഷ. പിതാവ് ഒരിക്കലൊരു പള്ളിയിൽ ചെന്നപ്പോഴേ അവിടെ കുർബാനയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ പാട്ട് പാടുന്നൊരു ചേച്ചി വാ വാ യേശു നാഥാന്ന് ഉറക്കെ പാടിക്കൊണ്ടിരിക്കുക. അപ്പൊ ആൾക്കാരുടെ കുർബാനയ്ക്ക് കൊടുത്തപ്പോൾ ഈ ചേച്ചി കുർബാന സ്വീകരിക്കാൻ ഉദ്ദേശിച്ചില്ല. ഉടനെ തന്നെ ഞാൻ അടുത്ത് കുർബാനയ്ക്ക് കൊടുക്കാൻ പോയപ്പോൾ ചേച്ചി വായ് പൊത്തിക്കൊണ്ട് വാ വാ യേശു നാഥ, വായ് പൊത്തിക്കൊണ്ട് വാ വാ യേശു എന്ന് പറയുന്നൊരു ചേച്ചിയെ കണ്ടു പള്ളി ചെന്നപ്പോൾ. നമ്മൾ കുർബാന സ്വീകരിക്കുന്നതൊക്കെ കുർബാന പകരുമ്പോൾ കുർബാന സ്വീകരിക്കണം, യോഗ്യത ഉണ്ടാക്കണമെന്നേ. അപ്പൊ ദൈവൈക്യ ശുശ്രൂഷ വരുന്നു. അടുത്തതാണ് സമാപന ശുശ്രൂഷ. സമാപന ശുശ്രൂഷയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? സമാപന ശുശ്രൂഷയിൽ നമ്മൾ ആശീർവദിച്ച് അയക്കുകയാണ്. ഈശോ തന്റെ ശരീര രക്തത്തെ നമ്മുടെ മസിൽ ഉറപ്പിച്ച് വിടുകയാണ്. എന്തിനാണെന്നറിയാവോ? ചുമ്മാ കുത്തിരിക്കാനല്ല. എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാര് അവര് പോകുന്ന വഴിക്ക് ഉത്തിതനായ ഈശോ കൂടെ ഉണ്ടായിരുന്നു. ഉത്തിതനായ ഈശോ കൂടെ പോയപ്പോൾ പക്ഷെ അവർക്ക് മനസ്സിലായില്ല അത് ഉത്തിതനായ ഈശോ ആണെന്ന്. പക്ഷെ ഈശോ അപ്പം മുറിച്ച്
അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതാ അവര് കണ്ണ് തുറക്കപ്പെട്ടു. അവർ ഉത്തിതനായ യേശുവിനെ തിരിച്ചറിഞ്ഞ് തിരുവചനം പറയുന്നുണ്ട്. അതുപോലെ കുർബാനയുടെ സമയത്ത് നമുക്ക് കർത്താവിൻ്റെ ശരീരം തന്ന് നമ്മുടെ കണ്ണ് തുറപ്പിക്കുകയാണ്. അത് നമ്മൾ വിടുകയാണ്, ആശീർവദിച്ച് വിടുക. പോയിട്ട് നിങ്ങൾ തെരുവീതിയിൽ ചെല്ലുമ്പോൾ അവിടെ അവശത അനുഭവിച്ച് കിടക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ അവരിൽ ഉത്തിതനായ യേശുവിൻ്റെ മുഖം ദർശിച്ചുകൊണ്ട് അവരെ എടുത്ത് മുറിവുകൾ മരുന്നൊക്കെ വെച്ച് കെട്ടി എടുത്ത് കഴുത പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ടുവന്നാക്കുക. ഇതാണ് ബലിജീവിതം എന്ന് പറഞ്ഞാൽ. അതിനുവേണ്ടി നിങ്ങളെ ആശീർവദിച്ച് അയക്കുന്ന ഭാഗമാണ് ഈ സമാപന ആശീർവാദം. നമ്മുടെ കുർബാനയുടെ ദൈർഘ്യം 24 മണിക്കൂറാണ്. ആദ്യ ഭാഗം പള്ളിയിൽ, ബാക്കിയുള്ള ഭാഗമൊക്കെ ജോലി സ്ഥലത്തും വീട്ടിലൊക്കെ. അത് സഹായിച്ചുകൊണ്ട്, സ്നേഹം എന്ന് പറഞ്ഞാൽ ഈശോയുടെ വാക്കുകളിൽ സ്നേഹം എന്ന് പറഞ്ഞ സഹായമാണ്. മറ്റുള്ളവർ സഹായിച്ചുകൊണ്ട്, അവശരെ സഹായിച്ചുകൊണ്ട്, അവശരിൽ യേശുവിനെ കണ്ട് സഹായിച്ചുകൊണ്ട് ജീവിക്കലാണ് കുർബാനയിലെ ബലിജീവിതം. ഞാൻ പ്രത്യേകമായിട്ട് ഇങ്ങനെ 9 ഭാഗങ്ങളാണ് കുർബാനയ്ക്കുള്ളത്. ഒന്നുകൂടി പറയുന്നു: ആമുഖ ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഒരുക്ക ശുശ്രൂഷ, അനാഫ്ര, അനുരഞ്ജന ശുശ്രൂഷ 1-ാം ഭാഗം, വിഭജന ശുശ്രൂഷ, അനുരഞ്ജന ശുശ്രൂഷ 2-ാം ഭാഗം, ദൈവൈക്യ ശുശ്രൂഷ, സമാപന ശുശ്രൂഷ. ഇനി ഈ കുർബാന ആരംഭിക്കുമ്പോൾ തന്നെ കുർബാന ആരംഭിക്കുമ്പോൾ തന്നെ ഈശോ ചെയ്തൊരു കാര്യം നിങ്ങൾ മറക്കരുത്. അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് പിതാവ് അവസാനത്തേക്ക് വെച്ചത്. ഈശോ ചെയ്തൊരു കാര്യം, ഇത് നമ്മൾ എല്ലാ ദിവസവും കുർബാനയിൽ ഓർക്കുന്നില്ല, പക്ഷെ പെസഹ വ്യാഴാഴ്ച ഓർക്കുന്നുണ്ട്. എന്താണ്? ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന ഈശോ. കണ്ട, കാല് കഴുകുന്ന ഈശോ. കാല് കഴുകിക്കൊണ്ട് മാതൃക നൽകിക്കൊണ്ടാണ് കുർബാന സ്ഥാപിക്കുന്ന ഈശോ. നമുക്കുള്ള ദൗത്യതാണ് ഈ ലോകത്തിൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക. ഗുരുവായി അവിടുന്ന് കാല് കഴുകുന്നു. നമ്മളെല്ലാവരും പരസ്പരം കാല് കഴുകാൻ വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ഞങ്ങളുടെ പൗരോഹിത്യത്തെ പറയുന്ന പേര് ശുശ്രൂഷ പൗരോഹിത്യ പദവി എന്ന് പറയാം. അതിന് പറയാൻ കാരണം എന്താണ്? ഈശോ കാണിച്ചിരിക്കുന്ന കാല് കഴുകുന്ന. ഇനി ഇതേ പൗരോഹിത്യത്തിൽ തന്നെയാണ് മാമോദിസായിലൂടെ എല്ലാവരും പങ്കുചേരുന്നുണ്ട്. വ്യത്യാസമുണ്ട് 2 പൗരോഹിത്യവും. ഒന്ന് പുതാശിയാണ്, മറ്റത് പുതാശിയല്ല. എങ്കിൽ തന്നെയും പൊതു പൗരോഹിത്യം സ്വീകരിച്ചവരാണ് മാമോദിസായിലും എല്ലാവരും. അപ്പൊ എല്ലാവരും തന്നെ കാല് കഴുകാൻ വിളിക്കപ്പെട്ടിട്ടുള്ളവരാ. ഞങ്ങളും നിങ്ങൾ എല്ലാവരും കാല് കഴുകാൻ വിളിക്കപ്പെട്ടിട്ടുള്ളവരാ. ഓക്കെ. അതിനുശേഷം ഈശോ നമ്മളൊരു പാട്ട് പാടിക്കൊണ്ട് കുർബാന തുടങ്ങുന്നേ. അന്നാ പെസഹ തിരുനാളിൽ എന്ന് പാടില്ലേ? അതില് അനുരഞ്ജിതരായി തീർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. ഒരുമയോടെ കുർബാനയ്ക്ക് ആ പാട്ട് പാടുമ്പോൾ ഓർക്കണം, നമ്മളൊക്കെ ഒരുമയുള്ളവരാണോ, ഐക്യമുള്ളവരാണോ, അനുരഞ്ജിതരാണോ, അല്ലെങ്കിൽ ബലി അർപ്പിക്കാൻ അനുവാദമില്ല. ഞാൻ പറയാൻ കാരണം, ഈ സ്നേഹവും ഐക്യം ഇല്ലെങ്കിൽ ക്രിസ്ത്യാനികളല്ല, ക്രിസ്തുവിന് അനുയായികളല്ല. പിന്നെ കുർബാനയെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇപ്പൊ പലരും കുർബാനയെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിന് റെലവൻസ് ഉണ്ടാവണമെങ്കിൽ വി ഷുഡ് ബി ക്രിസ്ത്യൻസ് ഫസ്റ്റ്. ഇഫ് യു വാണ്ട് ടു ബി ക്രിസ്ത്യൻസ്, വി ഷുഡ് ലവ് ഈച്ച് അതർ. അതിൽ ബ്ലോക്ക് ചെയ്താൽ വി ആർ നോട്ട് ക്രിസ്ത്യൻസ്. കാരണം കർത്താവ് ഒരു കൽപ്പന തന്നിട്ടുള്ളൂ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. അപ്പൊ അതുകൊണ്ട് കുർബാനയ്ക്ക് വരുന്ന എല്ലാവർക്കും ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമാണ് വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം. അത് മാറ്റിക്കളയാതെ ബലി അർപ്പിച്ചാൽ പൗലോസ്ലീഹ പറയും ശിക്ഷാവിധിയാണ് സ്വീകരിക്കുക. അതുകൊണ്ട് നമുക്ക് മനസ്സിന് വെറുപ്പും വൈരാഗ്യമൊക്കെ നീക്കിക്കളഞ്ഞുകൊണ്ട് സ്നേഹത്തോടുകൂടി ഈ സ്നേഹത്തിന്റെ കൂദാശ ബലി അർപ്പിക്കാം. കുർബാന ഭക്തി കുടുംബശക്തി. പറഞ്ഞേ, കുടുംബശക്തി. കുർബാന ഭക്തി കുടുംബശക്തി. ഒന്നുകൂടി പറഞ്ഞേ, കുർബാന ഭക്തി കുടുംബശക്തി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.